ഇതാണ് സ്കൾ ക്യാൻഡി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത അപ്രോർ ANCയും TWSും. ഇതിൽ മൾട്ടി പോയിന്റ് പെയറിംഗ് ഉള്ളതുകൊണ്ട് രണ്ട് ഡിവൈസ് കണക്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി സ്വിച്ച് ചെയ്യാം. ഇതിൽ 10mm ഡ്രൈവേഴ്സ് ആണുള്ളത്, അതുകൊണ്ട് ഒരു ഡീസന്റ് ക്വാളിറ്റി ബേസ് ആയിരിക്കും. ജസ്റ്റ് 10 മിനിറ്റ് ഇത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ ഓടും. ഇവൻ നമ്മൾ ഔട്ട്സൈഡിൽ നോയ്സി ആൻഡ് വിൻഡി ആയിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ കൂടി ക്വാഡ് മൈക്ക് ENC സെറ്റപ്പ് ഉള്ളത് കൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ആയിരിക്കും. അപ് ടു 46 അവർ വരെ ബാറ്ററി ലൈഫും റാപ്പിഡ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ടച്ച് കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇയർബഡ്സ് സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, സോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാം. അപ്രോർ ANCയിലും ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 42 ഹവേഴ്സിന്റെ ബാറ്ററി ലൈഫേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് 4 മൈക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യും. അപ്രോർ TWS ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്രോർ ANCയിൽ തന്നെയാണ് കുറച്ചുകൂടി ബിൽഡ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റി ഉള്ളത്. സോ ചുറ്റുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അപ്രോർ ANC ആയിരിക്കും നല്ലത്. ANC ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അപ്രോർ TWS ആയിരിക്കും നല്ലത്.